ഒരുവിധം സ്കോളർഷിപ്പ് ഇങ്ങോട്ട് വാങ്ങിച്ച് പഠിക്കാനായിട്ട് നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു സ്കീമുണ്ടോ? ഇല്ല. ഇല്ല. മറ്റ് രാജ്യങ്ങളിലുണ്ടോ? മറ്റ് രാജ്യങ്ങളിലും കുറവാണ്. ഇറാസ്മസ് സ്കീം യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ബൈലാറ്ററൽ എക്സ്ചേഞ്ച്, അതല്ലെങ്കിൽ ഈ ട്രാവൽ അലവൻസ് എന്നൊക്കെ പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഒരു സ്കീം ഇൻസൈഡ് യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലാണ് മോസ്റ്റ്ലി ഉള്ളത്. പിന്നുള്ളത് നമ്മളുടെ ചില യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം അവർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. മാഡം, നമ്മളിപ്പോൾ സ്കോളർഷിപ്പിനെ പറ്റി സംസാരിച്ചു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എനിക്ക് ഉണ്ടായൊരു അനുഭവം, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് അവൻ ഏതോ ഒരു ഏജൻസിയിൽ പോയി, അവരോട് സംസാരിച്ചു. അവർ ലിത്വേനിയ ഫയൽ ചെയ്യുന്ന ഇതാണ്. അപ്പം എന്നോട് ഒന്ന് കൺസൾട്ട് ചെയ്തു. അപ്പം അവർ കൊടുത്ത ഒരു ഇൻഫർമേഷൻ പ്രകാരം കുട്ടി പറയുന്നത് ചെന്നപാടെ ഫുൾ ടൈം ജോബിലേക്ക് കയറാം, പഠിത്തം പാർട്ട് ടൈം ആക്കാം, അതുപോലെ ഈസി ടു കൺവേർട്ട് ടു PR, പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ജോബ്സിലോട്ട് പെട്ടെന്ന് മാറാം, പഠിത്തം നമുക്ക് സൈഡാക്കാം. അന്ന് വേണ്ട കണ്ടമാനം സ്കാംസ് ഇപ്പം ഈ ഷെങ്കൻ കൺട്രീസ്, സ്പെഷ്യലി യൂറോപ്യൻ, ലിത്വേനിയയെ പറ്റി, അല്ലെങ്കിൽ ലാറ്റ്വിയ, ലിത്വേനിയ തുടങ്ങിയ രാജ്യങ്ങളെ പറ്റി കണ്ടമാനം വർക്ക് പെർമിറ്റുകൾ, ഇങ്ങനെയുള്ള കുറേ സ്കാംസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും സ്കാംസ് ആണോ അതോ തെറ്റിദ്ധാരണകളാണോ? നിലവിൽ ഉള്ളത് തെറ്റിദ്ധാരണയാണോ അതോ സ്കാം ആണോ? ഞാൻ പറയും, ഒരു ജോലി സംബന്ധിച്ച് ഒരു 95% സ്കാമാണ്. അത് ദയവീത് ആളുകൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. സ്റ്റഡീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു സ്കാമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സ്പൗസിനെയും കൊണ്ടുപോകാം എന്നുള്ളത്. ആ തെറ്റാണ്. അങ്ങനൊരു സംഭവമില്ല. ഞാൻ അവിടെ ഉള്ള ആളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും ഇത് ടേക്ക് കെയർ ചെയ്യുക. സ്പൗസിനെ കൊണ്ടുപോകാനായിട്ടുള്ള പ്രൊവിഷന് PhD-കാർക്ക് മാത്രമാണ് ഉള്ളത്. മാസ്റ്റേഴ്സുകാർക്ക് കൊണ്ടുപോകാം, പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾ പോകുമ്പോൾ കൂട്ടത്തെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. അതും മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായിരിക്കണം. മാഡം, ഞാൻ ചോദിച്ചത് ഇത് മാത്രമല്ല, സ്റ്റുഡൻറ്റിൻ്റെ പാർട്ട് ടൈം ഫെസിലിറ്റിയെ പറ്റി ഇവർ പറയുന്നുണ്ട്. ഞാൻ ആ പോയിന്റിലേക്ക്, എല്ലാ കൺട്രികളിലും എൻ്റെ ഒരു അറിവ് പ്രകാരം 4 hours a day, 20 hours per week, ഇതാണ് നമ്മൾ സ്റ്റുഡൻറ്റിനോട് ഗൈഡ് ചെയ്യുന്നൊരു പാർട്ട് ടൈം ലിമിറ്റേഷൻസ്. എന്നാൽ ഫുൾ ടൈം പാർട്ട് ടൈം ചെയ്യാം എന്ന് പറഞ്ഞാണ് ഈ ഷെങ്കൻ കൺട്രീസിലോട്ട് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത് പല റിക്രൂട്ടേഴ്സും. മനസ്സിലായി. എല്ലാ യൂറോപ്യൻ യൂണിയനും ഇല്ല, എല്ലാ ഷെങ്കൻ കൺട്രിയും ഇല്ല. ഞാൻ ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ മുമ്പേ ഞാൻ ആ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മൾക്ക് അവിടെ ലിത്വേനിയയിൽ ഒരുപാട് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വർഷങ്ങളായിട്ട് അവിടെ പഠിപ്പിക്കുകയും സേവനം അനുഷ്ഠിക്കുകയും അവിടെ പഠിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രൊജക്റ്റ് എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യും, യൂറോപ്യൻ യൂണിയൻ്റെ പ്രൊജക്റ്റ് എക്സ്പേർട്ടൊക്കെ ആവുകയും ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെയും അവരുടെ ഒഫീഷ്യൽ കൺസൾട്ടൻറ്റ് എന്നുള്ള ഒരു പദവി നൽകിയിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ഒരു കോൺട്രാക്റ്റ് ഇന്ത്യയിൽ വളരെ ചുരുക്കം ആളുകൾക്കുള്ള, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ less than 5, ഹോൾ ഇന്ത്യയുടെ കേസാണ് ഞാൻ പറയുന്നത്. അതെ. അപ്പോൾ തന്നെ രോഹിത്തിന് മനസ്സിലാകും, ഈ less than 5 ഉള്ള കൺസൾട്ടൻസീസാണ് അതൊക്കെ. എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് കമ്പനീസാണ്. ആ കമ്പനികളുടെ സബ് ഏജൻ്റ് ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ബാക്കിയുള്ള സകല ഏജൻസികളും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മളിപ്പോൾ കണ്ടതുകൊണ്ട് ഈ പറയുന്നത് പോലെ റിലയബിൾ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി, താങ്കളുടെ കൺസൾട്ടൻസി ഇപ്പോൾ ടിറ്റി വർഗീസിൻ്റെ സബ് ഏജൻ്റാണ് എന്ന് പറയുമ്പോഴേക്കും ഡയറക്റ്റ് കൺസൾട്ടൻ്റായ എനിക്ക് റിലയബിളിനെ ആ ഒരു അതോറിറ്റി ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് 5-ൽ താഴെ മാത്രമേ ഒഫീഷ്യൽ കൺസൾട്ടൻസീസ് ഉള്ളൂ. ഇവരുടെ എല്ലാം സബ് ഏജൻസാണ് നിങ്ങൾ കാണുന്ന ബാക്കിയുള്ള 100 കണക്കിന് ഏജൻസീസ്. അല്ലാതെ ഇവരാരും ഡയറക്റ്റ് അല്ല, ഒരാൾക്കും ഡയറക്റ്റ് ആക്സസ് ഇല്ല. അപ്പോൾ ഈ ഡയറക്റ്റ് ആക്സസ് ഉള്ള ഈ പറയുന്ന less-than-5 ഒരാളാണ് ഞാൻ. അതാണ് ഈ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, അതിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് റെഗുലേഷൻ ഉണ്ടെങ്കിലും, എന്ത് മാറ്റേഴ്സ് ഉണ്ടെങ്കിലും, എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും, എന്ത് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും, സ്റ്റുഡൻസിനെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിലും ഒക്കെയും യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന എന്നെയാണ്, അല്ലാതെ വേറെ ആരെയല്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് പല ഏജൻസീസിൽ പോകുമ്പോഴും അവർ പറയും ഓക്കെ ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാണ്, റിപ്ലൈ ഇടാണ്. എനിക്കൊക്കെ ഒരു 10 മിനിറ്റ് അല്ലെ 20 മിനിറ്റിനുള്ളിൽ തന്നെയും യൂണിവേഴ്സിറ്റികളുടെ റിപ്ലൈ വരാറുണ്ട്. കാര്യം അതാണ് ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റെ പവർ. അപ്പോൾ അത് വേറെ ആർക്കും ഇല്ല. അപ്പം നമ്മൾക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയോട് ഡയറക്റ്റ് സീക്ക് ചെയ്യാം. ആ ഒരു കേസ് പറഞ്ഞു വരുമ്പോൾ പാർട്ട് ടൈമിൻ്റെ കേസിലേക്ക് ഞാൻ വരാം. 40 മണിക്കൂർ ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യത്ത് ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനും പാർട്ട് ടൈം ചെയ്യാനായിട്ട് ഇപ്പോൾ പെർമിഷനുണ്ട്. അത് റീസെൻറ്റ് എന്ന് വെച്ചാൽ 2-3 വർഷം മുമ്പുള്ള റെഗുലേഷനാണ്. അതിന് മുമ്പ് വരെ അതില്ലായിരുന്നു. എല്ലാ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലോ അല്ലെങ്കിൽ ഷെങ്കൺ കൺട്രീസിലോ ഇങ്ങനൊരു ഫെസിലിറ്റി ഇല്ല. അതാണ് ലിത്വേനിയ എന്നുള്ള രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുള്ളത്. ലിവിങ് കോസ്റ്റ് അഫോർഡബിൾ ആണ്, ട്യൂഷൻ ഫീസ് അഫോർഡബിൾ ആണ്, ഇത്രയും സ്കോളർഷിപ്പുകളുണ്ട്, പ്ലസ് 40 മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ രോഹിത് പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. ബാക്കിയുള്ള ഏജൻസീസ് പറയുന്ന ഒരു വലിയ സ്കാം എന്ത്, നിങ്ങൾക്ക് സ്റ്റഡീസ് പാർട്ട് ടൈം ആക്കാം. തെറ്റ്, ഒരിക്കലും പറ്റത്തില്ല.